ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ 3-4 ദിവസം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഓഫീസിൽ പോവുകയാണ്. എന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ബസ്സിലാണ് പോണത്. ഏതോ ഭാഗ്യത്തിന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ അങ്ങനെ മൂടാൽ വന്ന് ഇറങ്ങി അങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, രാജേഷ് ഏട്ടൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടെത്തി. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ല ക്ഷീണമൊക്കെ ആയിട്ട് തീരെ വയ്യായിരുന്നു. അപ്പം അങ്ങനെ നേരെ കുളിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞാൻ ചേച്ചിയുടെ മോളിട്ട് കളിക്കാട്ടോ. അപ്പോൾ അവൾ ഞാനും കൂടിയിട്ട് ഇങ്ങനെ കളിക്കുക. അപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പോൾ അവൾ എന്താ വെച്ചിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വേഗം പോയി കിടന്നു കേട്ടോ. പിറ്റേന്ന് മോർണിംഗ് ആയിട്ട് അപ്പം ഞാനും മണിക്കുട്ടിയും കൂടിയിട്ടുള്ള കളികളാണ് കാണുന്നത്. മണിക്കുട്ടി നമ്മൾ എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? കൊടുക്ക് ഒരു ഉമ്മ കൂടി. അപ്പോൾ അത് ഞങ്ങൾ ഫിലിമിന് പോവുക കേട്ടോ. ഞാനും ചേച്ചിയും അബിയും മണിക്കുട്ടിയും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ വളാഞ്ചേരി കാർത്തികയ്ക്കായിട്ട് പോയിട്ടുള്ളത്. അധികം ഞങ്ങൾ കാർത്തികയ്ക്ക് തന്നെ പോകല്. അപ്പോൾ ഫിലിമൊക്കെ കണ്ട് ഇറങ്ങിയിട്ട് നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ല തലവേദന ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞാനും മണിക്കുട്ടിയും കൂടിയുള്ള കളി. അപ്പോൾ ഞാൻ മണിക്കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് 5 മേ കഴുകാറായോ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അത് അച്ഛൻ അതിൻ്റെ ഇടയിൽ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും മണിക്കുട്ടിയും കൂടിയുള്ള കളികളാട്ടോ ഇതൊക്കെ. പിന്നെ ഞാൻ അടുക്കളയിൽ പോയപ്പോൾ അമ്മയും ചേച്ചിയും കൂടി എന്തൊക്കെയോ പണിയിലാട്ടോ. അമ്മ വെണ്ണ ഉണ്ടാക്കുക കേട്ടോ. വെണ്ണ ഇങ്ങനെ ഉണ്ടാക്കി വെക്കലുണ്ട്. അപ്പോൾ ഞാനത് കഴിച്ചു നോക്കുകയാണ്. ചേച്ചി എന്തോ സഹായിക്കുകയാണ് അമ്മനെ. പിന്നെ എനിക്ക് നല്ല തലവേദന തുടങ്ങിയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല തലവേദനിച്ചിരിക്കുകയാണ്. അപ്പോൾ അബി എന്തോ വെളുത്തുള്ളി അരിയാണ്. അബി അമ്മേനെ ഹെൽപ്പ് ചെയ്യാണ്, അച്ചാറുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബി വെളുത്തുള്ളി അരിയാണ്. ഇത് പിന്നെ ഞങ്ങൾ പാനിപൂരി ഈറ്റിംഗ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ എങ്ങോട്ടാ മണിക്കുട്ടിയെ? എങ്ങോട്ടില്ലേ പറഞ്ഞെടുക്ക്. ആള് ഉറങ്ങി എണീറ്റ ഇതിലല്ലേ. നമ്മള് ചിറ്റയുടെ വീട്ടിൽ പോവാ അല്ലേ? ഒരുങ്ങില്ലേ? അപ്പം ഞങ്ങൾ ചിറ്റയുടെ വീട്ടിലേക്ക് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ അനിയത്തിമാരും കുട്ടികളും പാപ്പന്മാരൊക്കെ കൂട്ടാണ് പോകുന്നത്. പാച്ചുട്ടനാട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ട്രെയിനിലാട്ടോ പോകണം. അതാ ഞങ്ങൾക്ക് ഞങ്ങൾ ആരും ഇങ്ങനെ ട്രെയിനിൽ പോയിട്ടില്ല. ഞാനൊക്കെ പോയിട്ടുണ്ട്, ചിലവരൊന്നും പോയിട്ടില്ല പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ട്രെയിനിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇത് തുമ്പി, അച്ചു, അങ്ങനെ നമ്മൾ കോഴിക്കോടാണ് കേട്ടോ ചിറ്റയുടെ വീട് വരുന്നത്. അപ്പോൾ ഉണ്ണി അമ്മയുടെ അടുത്തായിരുന്നു. ഒന്നാമത് ട്രെയിനിലായതുകൊണ്ട് നമ്മൾ നേരെ ചിറ്റയുടെ വീട്ടിൽ പോയി. അപ്പോൾ അതാണ് ചിറ്റയുടെ മോള് കുട്ടു. അങ്ങനെ അവിടെയൊക്കെ എത്തി ചായ കുടിച്ചു. അപ്പോൾ അത് അബിയും തുമ്പിയും കൂടി എന്തൊക്കെയോ ഫോണിൽ കുത്തി കളിച്ചിരിക്കുന്നുണ്ട്. മണിക്കുട്ടിയും പാച്ചുട്ടിനും കൂടിയിട്ട് ഫുൾ ടൈം ഫോണിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. പിന്നെ ഞാൻ കുട്ടുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. കുട്ടു മൈലാഞ്ചി ഇട്ട് ചോദിച്ചപ്പോൾ ഞാൻ വേഗം ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ വലിയ ഡിസൈനൊന്നും അല്ല, സിമ്പിളായിട്ട് പെട്ടെന്ന് അവൾക്ക് ഇടണം പറഞ്ഞ് ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ മിഠായി തെരുവ് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമാരൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കുട്ടികളെ വേഗം പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡിന് നെയ്ച്ചോറ് ഉണ്ടായിരുന്നു, ബിരിയാണി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ നൂൽപുട്ടും ചിക്കൻ കുറുമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം മിഠായി തെരുവ് പോവാട്ടെ. അങ്ങനെ ഞങ്ങൾ മിഠായി തെരുവ് പോവാട്ടെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. ചേച്ചി, അബി, അച്ചു, തുമ്പി എല്ലാവരും ഉണ്ടായിരുന്നു. അനു, കുട്ടു ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വേഗം പോകുന്നു കേട്ടോ. ഞാനിതൊക്കെ വോയിസ് ഓവർ കൊടുക്കും.
ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ പറഞ്ഞ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആയിക്കോട്ടെ, കമന്റ് ഇല്ലല്ലോ. തണുപ്പ് ചൂട് ഞങ്ങളെല്ലാരും കൂടിയിട്ടേ പാവാബിക്കുട്ടീനെ കളിയാക്കാട്ടെ. അവള് ഞങ്ങൾക്ക് ചൂടെടുത്തിട്ട് നടക്കാൻ തന്നെ വയ്യ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച പാടെ ഇറങ്ങിയതാ വെയിലത്ത്. അവളെങ്ങനെ ഈ ഡ്രസ്സ് ഇട്ട് നടക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവളെ കളിയാക്കാട്ടെ. അപ്പോൾ ഇത് കുട്ടു കേട്ടോ. കുട്ടുവിൻ്റെ ആൻറ്റിയുടെ മോളാണ്. അവരാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അവരാണ് ഫ്രണ്ടിൽ നടക്കുന്നത് നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിറകിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടെ 2 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ ഗൈഡ് ചെയ്യാൻ പേരൻസ് ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ കേട്ടോ എല്ലായിടത്തും നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങൾ വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊന്ന് കണ്ടിട്ട് പോരാ വിചാരിച്ചു. പിന്നെ ഞാൻ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ആകെ ഒരു അരമണിക്കൂർ ഞങ്ങളവിടെ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും എല്ലാവരും പറ്റുന്ന പോലൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ അലുവയുടെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്കൊക്കെ നല്ല ഇഷ്ടമാണ് അലുവ. ഞാൻ ഇപ്പോൾ കഴിച്ചത് ടെൻഡർ കോക്കനട്ടിൻ്റെ അലുവയാണ്. ഇത് ചില്ലി ഫ്ലേവറിൻ്റെ ചെറുതായിട്ട് എരിവൊക്കെ ഉള്ള അലുവ. പിന്നെ ഇത് മറ്റേ തണ്ണിമത്തൻ്റെ അലുവ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പീസ് തന്നെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്ക് മധുരം കൂടുതൽ കഴിക്കാൻ തീരെ പറ്റില്ല. അപ്പോൾ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമുണ്ടാവും. നല്ല സോഫ്റ്റ് അലുവയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ആ ചേട്ടന്മാർ ഞങ്ങളെ കയറ്റിയതാ. മോളെ ഇവിടെ വന്ന് വീഡിയോ എടുത്തോ പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ നമ്മൾ വാങ്ങുകയും ചെയ്യുമല്ലോ. അപ്പോൾ അത് നല്ല പലതരം വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പലതരം ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇതൊക്കെ പല ഏതൊക്കെയോ ഫ്ലേവറാണ്. ഞങ്ങളടുത്ത് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ചേച്ചി ടെൻഡർ കോക്കനറ്റ് വാങ്ങി, പിന്നെ എന്തോ സ്പൈസ് ചില്ലി അങ്ങനെ എന്തോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് നോക്കിയുള്ളൂ. അബി ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാനും അനുവും അച്ചുമൊക്കെ ചെരുപ്പായിട്ട് നോക്കി. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ചെരുപ്പുകളാണ്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് ചപ്പൽസൊക്കെ കുറച്ചല്ല, ഞാൻ 2 വാങ്ങി. അനു അച്ചു ഒരു ബാഗും വേറെ ചെരുപ്പൊക്കെ എന്തോ. ഞങ്ങൾ അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ കണ്ട ഈ കുട്ടിയാട്ടോ കുഞ്ഞച്ചു, അവളെ ഈ വീഡിയോയിൽ കാണാനേ ഇല്ല. അപ്പോൾ നമ്മളെ ചിറ്റയുടെ ചെറിയ മോളാണ്. അപ്പോൾ അവളെ കാണാനില്ല. അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞത് അച്ചുവിനെ. പിന്നെ ഞങ്ങൾ വേഗം ട്രെയിനിലൊക്കെ കയറി തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ഞാനും മണിക്കുട്ടി ഒപ്പമായിരിക്കുന്നത്. പാച്ചുട്ടനതാ അത് ഞങ്ങളെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. മറ്റേത് കുഞ്ഞച്ചു, പിന്നെ 2 അച്ചുകളാട്ടോ. ഒന്ന് വലിയച്ചു, ഒന്ന് കുഞ്ഞച്ചു. ഇതായിരുന്നു. അപ്പം നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതെ, ഞങ്ങളെല്ലാവരും ടാറ്റ ബൈ ബൈ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ട് എൻ്റെ ബാക്കിൽ അബി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവളെ കാണിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ മാത്രം ഫ്രണ്ടിൽ വന്നിരുന്നതാണ്. പിന്നെ ഞങ്ങൾ കിടക്കാൻ പോയിട്ടാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പോൾ അതേ പിറ്റേന്ന് രാവിലെ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് പത്തിരി മുട്ടക്കറിയായിരുന്നു. അപ്പോൾ നല്ല പത്തിരി മുട്ടക്കറിയൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ ഞാൻ താളി തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോവാം ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ല വെച്ചാൽ കണ്ടോക്കണേ. അപ്പോൾ താളിയൊക്കെ തേച്ച് ഞങ്ങളെ കുള്ളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനും ചേച്ചിയുടെ ഉണ്ണി അമ്പിങ് കൂടിയിട്ട് ജ്യൂസ് കുടിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക്. നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ വാങ്ങിയതാണ്. അത് മലബാർ ചിക്കൻ ബിരിയാണി കേട്ടോ. മലബാർ ചിക്കൻ ബിരിയാണി പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ബിരിയാണി ആയിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടിയിട്ട് തറവാട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തറവാട്ടിക്ക് വന്നാൽ ഞങ്ങൾ എപ്പോഴും പാടത്തേക്ക് വരും. അപ്പോൾ എൻ്റെ പിറകിൽ കാണുന്ന വീടാണ് ഷീജരമ്മയുടെ വീട്. ഷീജരമ്മൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഷീജരമ്മ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നാലും അങ്ങോട്ട് വന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കും, പാടത്തേക്കൊക്കെ വരും. അപ്പോൾ ദേ പാടത്ത് വന്നു. ഞാൻ അധികം എൻ്റെ വ്ളോഗിലൊക്കെ ചില വ്ളോഗിലൊക്കെ ഉണ്ടാവും ഈ ഒരു സ്ഥലം. ഞങ്ങളുടെ പാടാണ്, കൊളക്കാട് പാടം. അപ്പം അങ്ങനെ പാടത്തൊക്കെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് നമ്മൾ തിരിച്ച് പോന്നു. ഒരു 7 മണി 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയല്ല, കുറച്ച് 3-4 ദിവസം കൂടി മിക്സ് ആയുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരയ്ക്കും. ബൈ.